സുഭാഷിതങ്ങൾ 1-ാം അധ്യായം തീരുന്നത് ഇപ്രകാരം കുറിച്ചുകൊണ്ടാണ്. 33-ാം വാക്യം, എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും, അവൻ തിന്മയെ ഭയപ്പെടാതെ സ്വസ്ഥനായിരിക്കും. എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. സ്വർഗത്തിൻ്റെ ശബ്ദത്തിനോടുള്ള നിൻ്റെ താല്പര്യം എത്രമാത്രമുണ്ട് എന്നതാണ് ഇവിടുത്തെ ചോദ്യം. എൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേൾക്കുന്നവൻ അവൻ സുരക്ഷിതനായിരിക്കും. ഈ ഭൂമിയിൽ സുരക്ഷിതനാകാനുള്ള ഒരു വഴിയെക്കുറിച്ച് ഇന്ന് പ്രഭാതത്തിൽ സുഭാഷിതങ്ങൾ വചനം പറയുകയാണ്. എൻ്റെ വാക്ക് നീ ശ്രദ്ധിക്കണം. ശ്രദ്ധയോടെ ഈ വാക്കിന് വില കൊടുക്കണം. അതിനുവേണ്ടി നിൻ്റെ ജീവിതം കുറച്ചേറെ സമയം മാറ്റിവെക്കണം. മറ്റു പലതിലേക്കും നീ ഇറങ്ങിത്തിരിക്കാൻ ഇന്ന് പ്രഭാതം പോകുമ്പോൾ ആദ്യത്തെ ഒരു കോൺസെൻട്രേഷൻ, ഒരു താല്പര്യം, നിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം ഇതിന്മേൽ ശ്രദ്ധയോടെ വെക്കുക. മനസ്സ് ചഞ്ചലപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ശ്രദ്ധ വെക്കേണ്ടത്, ശ്രദ്ധ ഊന്നേണ്ടത് ഈ വചനത്തിലാണ്, വാക്കിലാണ്. സ്വർഗത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഗതി നിൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കും. നിന്നിലേക്ക്, നിൻ്റെ ശ്രവണ പദങ്ങളിലേക്ക് വീഴേണ്ടത് സ്വർഗത്തിൻ്റെ ശബ്ദമാണ്. ഈ സ്വർഗത്തിൻ്റെ ശബ്ദത്തെ വിലമതിക്കുന്ന ഒരുവന് എന്തായിരിക്കും ലഭിക്കുക? അവൻ സുരക്ഷിതനായിരിക്കും എന്ന് പറയുക. സ്നേഹമുള്ളവരെ, മറ്റൊന്നിനും നിന്നെ സുരക്ഷിതനാക്കാൻ പറ്റില്ല. സ്വർഗത്തിന് നല്ല അപ്പന് മാത്രം. അവൻ തിന്മയെ ഭയപ്പെടില്ല, മാത്രമല്ല അവൻ സ്വസ്ഥനായിരിക്കും. നമ്മൾ എത്ര പേര് സ്വസ്ഥത നമ്മൾ അനുഭവിക്കുന്നുണ്ട്? സ്വസ്ഥതയൊക്കെ ജീവിതത്തിൽ നിന്ന് പറന്നു പോയിരിക്കുന്നു പല വിഷയങ്ങളാൽ. സ്നേഹമുള്ള ഈ വിഷയങ്ങൾക്കിടയിലും സ്വസ്ഥതയ്ക്ക് സ്പേസ് ഉണ്ട്. നമുക്ക് ഈ പ്രക്ഷുബ്ധമായ ജീവിത അനുഭവങ്ങൾക്കിടയിലും, നമ്മളെ തകർക്കുന്ന അനുഭവങ്ങൾക്കിടയിലും ശാന്തമായി ജീവിക്കാൻ നമുക്ക് പറ്റണം. ഈ ഭൂമിയിലെ ഹ്രസ്വമായ ജീവിതകാലം അല്പം സന്തോഷത്തോടെയും ഒരല്പം ലാളിത്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ എന്താ നമുക്ക് സാധിക്കാതെ പോകുന്നത്? ഈ പ്രശ്നങ്ങൾ നമ്മളെ ഭരിക്കുന്നു. ഈ പ്രശ്നങ്ങൾക്കിടയിലും ഒരു സ്വർഗശബ്ദത്തിന് ഒരല്പം ഇടമുള്ള സ്പേസ് ഒന്ന് ഇട്ട് നോക്കിക്കേ. ഈ പ്രഭാതം അനുഗ്രഹമായിരിക്കും. ഇന്നത്തെ യാത്രയെല്ലാം ഈ ശാന്തമായ ഒരല്പം മിഴികൾ പൂട്ടി സ്വർഗത്തിൻ്റെ ശബ്ദമൊന്ന് ശാന്തമായി കേട്ട് അതിനെ സ്വീകരിച്ച് മുൻപോട്ട് പോയി നോക്കിയേ. നിൻ്റെ ഓരോ സ്റ്റെപ്പും, ഓരോ ചുവടുവെപ്പും സുരക്ഷിതമായിരിക്കും. ഇത് വചനത്തിൻ്റെ ഉറപ്പാണ്. ചേർന്ന് പറയാം, ഇന്നത്തെ ദിവസം അനുഗ്രഹമാവട്ടെ. ആമേൻ.